ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സിമ്പിൾ ക്രാഫ്റ്റ് ഐഡിയാസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഒരു ഹെയർ ക്ലിപ്പ് മേക്കിംഗ് വീഡിയോ ആണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്ന ഈ ഒരു ഫ്ലവർ നമുക്ക് ഹെയർ ബോയിലും അതുപോലെ തന്നെ നൈലോൺ ബാൻഡിലും ഹെയർ ബാൻഡിലും ഒക്കെ നമുക്ക് ഇതുപോലെ തന്നെ സെറ്റ് ചെയ്യാം. ടിക് ടിക് സ്ലൈഡിലൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളുടെ ഇഷ്ടാനുസരണത്തിലൊക്കെ നമുക്കിതുപോലെ ഓരോ ഐറ്റംസിലൊക്കെ ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സാറ്റിൻ റിബൺ കട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. ഞാൻ നീളം വീഡിയോ കൂടെ സ്ക്രീനിൽ മെൻഷൻ ചെയ്യാം കേട്ടോ. അപ്പോൾ 4 സെൻറ്റിമീറ്റർ നീളവും 4 സെൻറ്റിമീറ്റർ വീതിയിലും സ്ക്വയർ ടൈപ്പിലാണ് കട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മൾ മൂല തിരിച്ചിട്ട് ഈ ഒരു അറ്റം ഉണ്ടല്ലോ, ആ ഒരു അറ്റം ലൈറ്റർ വെച്ചിട്ട് നുരുക്കിയിട്ട് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. അപ്പം നമ്മൾ നല്ല ഭാഗത്താണ് ഇത് ചെയ്യുന്നത് കേട്ടോ, റോങ് സൈഡിലല്ല, നല്ല ഭാഗത്താണ് ഇതുപോലെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഫ്ലവർ ഉണ്ടാക്കാനായിട്ട് 6 പീസ് ആവശ്യമാണ് കേട്ടോ. അപ്പോൾ ഒരു ഫ്ലവറിനാണ് നമുക്ക് 6 പീസ് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ 6 പീസും ഇതേപോലെ തന്നെ അതിൻ്റെ ആ ഒരു മൂലഭാഗം ഉണ്ടല്ലോ, ലൈറ്റർ വെച്ചിട്ട് ഒട്ടിച്ചിട്ട് ഇതുപോലെ എടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മളിതിനെ തുന്നിയെടുക്കാനായിട്ട് പോവാണ്. അപ്പോൾ ആദ്യത്തെ ഒരു പീസ് ഇതുപോലെ എടുത്തിട്ട് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ താഴത്തെ ലെയർ ഉണ്ടല്ലോ അതിനേക്കാളും ഇറങ്ങിയിരിക്കണം മുകളിലത്തെ ഈ ഒരു ലെയർ കേട്ടോ. നമ്മളിതിന് താഴ്ഭാഗത്തായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് പോവാണ്. അപ്പോൾ 4 സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതേപോലെ അറ്റത്തായിട്ട് ഒരു സ്റ്റിച്ച് കൊടുക്കുക. അതുപോലെ വീഡിയോയിൽ കാണുന്നത് പോലെ ഒരു 4 സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്കൊരു 6 പീസും ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ 2 പീസ് ചെയ്യുന്നത് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ഇടുന്ന ഓരോ ഗ്യാപ്പുകളൊക്കെ നമ്മൾ ഒരേ അളവിലായിട്ട് സ്റ്റിച്ച് ഇടാനായിട്ട് നോക്കുക. അപ്പോൾ നമുക്ക് പ്ലീറ്റ് വലിക്കുമ്പോൾ കിട്ടുന്ന പ്ലീറ്റുകളൊക്കെ കറക്റ്റ് ഒരേപോലെ ആയിരിക്കും കേട്ടോ. അപ്പോൾ 6 അവിടെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇതുപോലെ ഒരറ്റതുപോലെ പിടിച്ച് വലിച്ചു കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഞൊറിവുകളായിട്ട് വരും. എന്നിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ഭാഗം ഉണ്ടല്ലോ അവിടെ ഇതുപോലെ സൂചി കയറ്റി കൊടുത്തിട്ട് നൂലിന് ആദ്യം വലിച്ച് ടൈറ്റാക്കി കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമ്മൾ ഏതെങ്കിലും ഒരു പെറ്റലിൽ ഇതുപോലെ സൂചി കയറ്റിയിട്ട് നമ്മൾ കെട്ടിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം ഇതുപോലെ നൂലിലൊന്ന് പിടിച്ചിട്ട് ടൈറ്റാക്കി കൊടുക്കണം കേട്ടോ, വലിച്ചിട്ട്. അതിന് ശേഷമാണ് കെട്ടിട്ട് കൊടുക്കാനായിട്ട് പാടുള്ളൂ, അല്ലെങ്കിൽ അത് ലൂസായി പോകും കേട്ടോ. പെറ്റൽസിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ നൂല് കുരുങ്ങാതെ കറക്റ്റായിട്ട് ശ്രദ്ധിച്ച് നോക്കിയിട്ട് ടൈം എടുത്തിട്ട് ചെയ്യാം കേട്ടോ. തിരക്ക് കൂട്ടിയത് ചെയ്തിട്ടുണ്ടെങ്കിൽ പെറ്റൽസിൻ്റെ ഇടയിലൊക്കെ നൂല് കുരുങ്ങിയിട്ട് പെറ്റൽസും കൂടെ കെട്ടായിട്ട് പോകും കേട്ടോ. ഇപ്പോൾ 2 കെട്ടൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബാക്കി വരുന്ന നൂലിനെ പോലെ കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ സെൻറ്ററിൽ ഇതുപോലെ ചെറിയൊരു ഹോൾ ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഇതേപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫ്ലവർ ഉണ്ടല്ലോ, അത് ഞാൻ മുമ്പ് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഫ്ലവേഴ്സാണ് കേട്ടോ. അപ്പോൾ ആ റെഡും പിസ്ത ഗ്രീനൊക്കെ എടുക്കുന്നില്ലേ, അപ്പോൾ അത് ചെയ്യുന്നത് ഇതേപോലെയാണ്. ഈ ഭാഗം ഉണ്ടല്ലോ, 2 ഫ്ലവർ ഇതുപോലെ ചെയ്തെടുത്തിട്ട് ഒന്നതിൻ്റെ മേലെ വെച്ചെടുക്കാൻ കേട്ടോ. അപ്പോൾ ഇതേ രീതിയിലാണ് നമ്മൾ ആ ഒരു ഫ്ലവർ ഹെയർ ക്ലിപ്പ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്ത് കാണിക്കുന്നത് ഈ ഒരു മോഡലിലല്ല കേട്ടോ, നമ്മൾ ഒരൊറ്റ ലെയറായിട്ടാണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോണത്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു മോഡൽ വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരുന്നതാണ് കേട്ടോ അങ്ങനെ ചെയ്യണേന്ന്. അപ്പം ഇതേപോലെ നമ്മൾ 2 പീസിനെയും 2 ലെയറിനെ ഗ്ലൂ ചെയ്ത് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ സെൻറ്ററിൽ ഇതുപോലെ സ്റ്റോൺ വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു റെഡ് കളറിലുള്ള ഫ്ലവർ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതിൽ നമ്മൾ അങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പം നമ്മൾ ഇന്ന് അതുപോലല്ല ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇതിനായിട്ട് ഫെൽറ്റ് എടുത്തിട്ടുണ്ട്. 3 സെൻറ്റിമീറ്ററിലാണ് കട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. അറ്റം ലൈറ്റർ വെച്ച് ഉരുക്കി കൊടുത്തിട്ടുള്ളതാണ്. എന്നിട്ട് 2 അറ്റങ്ങൾ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. നമുക്ക് ആ ഒരു അലിഗേറ്റർ ക്ലിപ്പിനെ കടത്തി വെച്ച് കൊടുക്കാനായിട്ടാണ് കേട്ടോ. ഇതേപോലെ അലിഗേറ്റർ ക്ലിപ്പിനെ കടത്തി വെച്ച് കൊടുക്കുക. എന്നിട്ട് ഫെൽറ്റിൻ്റെ ഈ 2 അറ്റങ്ങൾ ഇതുപോലെ ഗ്ലൂ ചെയ്ത് കൊടുത്തിട്ട് ആ ഒരു ഫെൽറ്റിനെ ക്ലിപ്പിലേക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പം എല്ലാ വീഡിയോസിലും കാണിക്കാറുള്ളത് തന്നെയാണ്, അതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത് കേട്ടോ. ഇതേപോലെ നമ്മൾ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ അലിഗേറ്റർ ക്ലിപ്പ് കാണാതിരിക്കാനായിട്ട് നമ്മൾ ആ ഒരു പെറ്റലിൻ്റെ അടിയിൽക്കാനായിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു ഒറ്റ ലെയറിലാണ് നമ്മൾ ഈ ഒരു ഫ്ലവർ സെറ്റാക്കി എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ സെൻറ്ററിൽ ഇതുപോലത്തെ സ്റ്റോണോ അല്ലെങ്കിൽ ഇതേപോലത്തെ സ്റ്റോണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള സ്റ്റോണൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ വാങ്ങിയിട്ടുള്ളൊരു സെൻറ്റർ സ്റ്റോണാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സ്റ്റോണാണ്. കുറേ കളേഴ്സ് ഉണ്ട് കേട്ടോ.
അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ ഇതിൻ്റെ. അപ്പോൾ ഞാൻ സെൻറ്ററിൽ ഇതുപോലത്തെ ഒരു സ്റ്റോൺ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ടാണ് ഞാൻ ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് ഈ ഒരു വൈറ്റ് കളറിലാണ്. ഇത് ഞാൻ കുറേ മുമ്പ് ഉണ്ടാക്കിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത് 2 ലെയറിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിലൊരു 2 കളറും പിന്നെ 2 മിക്സ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഫ്ലവർ മേക്കിങ്ങും ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ മുമ്പ് ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഈ ഹെയർ ആക്സറീസൊക്കെ ഉണ്ടാക്കിയിട്ട് സെയിൽ ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാനാണെങ്കിലും മുമ്പ് ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടു നോക്കി നോക്കുക, നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. അങ്ങനെ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ കണ്ടില്ല, ഇത് നൈലോൺ ബാൻഡാണ്. അപ്പോൾ ഇതേ ഫ്ലവർ തന്നെ നൈലോൺ ബാൻഡിൽ നിങ്ങൾക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരിക്കും കാണാനായിട്ട്. 1 അതുപോലെ തന്നെ 2 ഫ്ലവേഴ്സ് വെച്ചിട്ട് നിങ്ങൾക്കത് ഫിക്സ് ചെയ്യാം. അതുപോലെ തന്നെ ടിക് സ്ലൈഡ് ഉണ്ടല്ലോ, അതിലും നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. ഹെയർ ബണ്ടിലും സെറ്റ് ചെയ്യാം. അപ്പോൾ ഹെയർ ബണ്ടിൽ സെറ്റ് ചെയ്യാൻ അറിയാത്തവരാണെങ്കിൽ നമ്മൾ മുമ്പ് ഹെയർ ബണ്ടിൽ സെറ്റ് ചെയ്യുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു ഫ്ലവറിൻ്റെ തന്നെ മേക്കിംഗ് വീഡിയോയും അത് തന്നെ ഹെയർ ബണ്ടിൽ സെറ്റ് ചെയ്യുന്നതും കാണിക്കുന്നുണ്ട്. അപ്പോൾ കാണാതെ കണ്ടു നോക്കി നോക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്കത് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇതൊരു യെല്ലോ കളറിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ സെൻറ്ററിൽ ഞാൻ ഏത് സ്റ്റോണാണ് വെക്കേണ്ടതെന്ന് നോക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.